മുകളിലൊരു കോടതിയുണ്ട്, ഈശ്വരന്റെ കോടതി. ഇതിനോടകം അവിടെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടാവും. അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ നീ. ഞാൻ ഇപ്പൊ വന്നതേ ഇയാള് മോഷ്ടിച്ചെടുത്ത ഫയല് തിരികെ വാങ്ങാനാ. പിന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മുൻപിൽ ആളിനെ നിർത്തി ചില കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാൻ അങ്ങ് കൊണ്ടുപോവാ. ഇല്ല, നന്ദനെ കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല. നന്ദ, നീ റൂമിൽ പോവാൻ. മര്യാദയ്ക്ക് സ്ഥലം കാലിയാക്ക. ചെല്ല്. ഇതുവരെ കണ്ട ദേവികയല്ല ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്ന. അത് മാത്രം നീ ഓർമ്മിച്ചോ. ജീവൻ പോകുന്നു പറഞ്ഞാലും ഇനി ഞാൻ തോറ്റു തരില്ല. നീ എന്നല്ല ഒരുത്തിക്കും എന്നെ ഇനി തടയാൻ പറ്റില്ലടി. നാണുണ്ടോടോ തനിക്ക്? അവള് മുറി കയറാൻ പറഞ്ഞപ്പോ വാലാട്ടിക്കൊണ്ട് കയറി ഒളിക്കാൻ. ആണാണെന്ന് പറഞ്ഞ് മീശയും വെച്ച് നടക്കുന്നു. കഷ്ടം തന്നെ. ദേവി, നീ എന്നെ അപമാനിക്കാൻ വേണ്ടി വന്നിരിക്കുകയല്ലേ? നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങള് 2 മുറിയിലാ കഴിഞ്ഞത്. ഇസബലയുടെ മുറിയിൽ AC വർക്ക് ചെയ്യുന്നില്ല. ചൂട് സഹിക്കാൻ വയ്യാത്തോണ്ട് ഇങ്ങോട്ട് വന്നതാ. നിങ്ങളുടെ ചൂടും തണുപ്പും ഒക്കെ നിങ്ങളുടെ കാര്യം. എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനും ഏറ്റെടുത്ത സ്ഥലത്ത് നിങ്ങളെ തിരികെ കൊണ്ടെത്തിക്കാനുമാ ഞാൻ വന്നത്. കൂടെ വന്നേ പറ്റൂ. കൂടെ കൊണ്ടുപോകാൻ ഒരുങ്ങിയാ നിൽക്കുന്നേ. ഓഹോ, അപ്പോ മര്യാദയ്ക്ക് പറയുമ്പോ നീ വലിയ ആളാവുന്നോ? വരാൻ മനസ്സില്ല. എന്താടാ നീ പറഞ്ഞേ? ഗിരീഷേട്ടാ, ഇവളെ വിളിച്ചോട്ട് പോ. നോക്ക്, രജനി ഉള്ളപ്പോ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ ഞാനും പോട്ടെ റിസോർട്ടിലേക്ക്. പോട്ടടാ. പിടിക്കപ്പെടുമ്പോ സംഘടനാ കാര്യം ചർച്ച ചെയ്യാൻ വന്നാണെന്ന് പറഞ്ഞാ നീ കേക്കോടാ. പ്രായപൂർത്തിയായ ആർക്കും ഒരുമിച്ച് താമസിക്കാമെന്ന് കോടതി പറഞ്ഞ കാര്യം ഞാനും പറയാം. നീ നിന്റെ വീട്ടിലുള്ളവരൊക്കെ ഇതൊക്കെ അംഗീകരിക്കുവോ? ഗിരീഷേട്ടാ ഇതിൽ ഇടപെടണ്ട. ഇപ്പോഴേ എന്റെ ഫ്രണ്ടിന്റെ മുമ്പ് വെച്ച് നിങ്ങൾ എന്നെ അപമാനിക്കുക. എന്ത് ചെയ്താലും ഞാൻ ഇവിടുന്ന് വരുന്ന പ്രശ്നമില്ല. നിന്നെ കൊണ്ടുപോകാൻ ഉറപ്പിച്ചാ ഞങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ കൊണ്ടുപോവുക തന്നെ ചെയ്യും. മര്യാദയ്ക്ക് കൂടെ വന്നു വരാൻ. നന്ദ, നീ പേടിക്കണ്ട. ഞാൻ പോലീസിനെ വിളിക്കാം. ഇസബെല്ല, നിക്കടി.
നീ അങ്ങനെ ബുദ്ധിമുട്ടണ്ട. പോലീസിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞു. അവരിപ്പോ ഏതാണ്ട് എത്താറായി കാണും. ഇയാളുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കുമെന്നേ ഞാനും ഊഹിച്ചിരുന്നു. അപ്പോ നിയമത്തിന്റെ സഹായം വേണമല്ലോ. പിന്നെ ഞാനൊരു MLA അല്ലേ? നാട്ടിലെ ക്രമസമാധാന നില പാലിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ? ആ, ദേ വന്നല്ലോ. പറയണം മാഡം, ഞാൻ എന്താ ചെയ്യേണ്ടത്? സർ, ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെയാ കാര്യങ്ങൾ. ഇതാണ് എന്റെ ഭർത്താവ് നന്ദൻ. ആള് എന്റെ കൂടെ വരുന്നില്ല. എന്നെ സഹായിക്കണം. എന്താണ് സാർ, എന്താണ് കുഴപ്പം? സാറേ, ഞാൻ ഒരു തെറ്റുകാരനല്ല. നിങ്ങൾ എന്തിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വെറുതെ ബഹളം വെച്ച് കാര്യങ്ങൾ വഷളാക്കരുത്. ഞങ്ങളുടെ കൂടെ വരണം. സാർ, MLAയുടെ പരാതിയിൽ നടപടി എടുത്തേ പറ്റുള്ളൂ. വരൂ. സാർ, സർ, ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. കോടതിയിൽ ചലഞ്ച് ചെയ്യും. ചെന്ന് ചലഞ്ച് ചെയ്യ്. കോടതിയിൽ ഞാൻ പറഞ്ഞോളാം. അഴിയെണ്ണിക്കും ഞാൻ. ഇങ്ങേര് കല്യാണം കഴിച്ചതാണെന്നും ഭാര്യയും കുടുംബം ഉള്ളതാണെന്നും നിങ്ങൾക്കെന്താ അറിയാമല്ലേ? മനുഷ്യാവകാശമൊക്കെ മനുഷ്യർക്കാ. നിങ്ങളെയൊക്കെ മനുഷ്യരായിട്ട് കൂട്ടാൻ പറ്റുമോ? കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പോണു പോലും. താങ്കൾ ഞങ്ങളോടൊപ്പം വരുന്നോ അതോ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകണോ? സാർ, ഞാനൊന്ന് പറയട്ടെ. പറയാനുള്ളതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് വരാൻ. നടക്കാൻ കൂടെ. അയ്യോ, സാർ, തന്നോട് വരാനാ പറഞ്ഞത്. നന്ദാ, പറയുന്ന അനുസരിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പോലെ ആയിരിക്കില്ല പോലീസിന്റെ കയ്യിൽ നിന്ന്. നന്ദ പോണ്ട. നന്ദ, ഇയാളെ പിടിച്ച് വണ്ടി കയറോ. അയ്യോ സർ, ഞാനൊന്ന് പറയട്ടെ സാർ. കൊണ്ടുപോ. നടക്ക്. സാർ, പ്ലീസ് സാർ, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സാർ, 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 പ്ലീസ് സാർ, സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ വിഷമിക്കണ്ട. അധികം വൈകാതെ നിന്റെ സുഹൃത്ത് നിന്നെ തേടി എത്തിക്കോളും. നിർത്തടി. എനിക്കിനി അയാളെ വേണ്ട. ഇയാളെ വണ്ടി കയറോ. സാർ, മാഡം, ഞങ്ങൾ പോയിക്കോട്ടെ. സർ, സ്റ്റേഷനിൽ കൊണ്ടുപോയി ജസ്റ്റ് ഫോർമാലിറ്റീസ് കഴിഞ്ഞാൽ നന്ദനെ എനിക്ക് വിട്ടുതരണം.
ഞങ്ങൾ പുറകെ തന്നെ ഉണ്ട്. ഓക്കെ മാഡം. വണ്ടി എടുക്ക്. ദേവിക, നമുക്ക് പോവാം. ശരി, ഞാൻ പറയാം. അമ്മേ, മുരളേട്ടനെ വിളിച്ചേ. നവീന കുട്ടിയെ കണ്ടൂന്ന്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടായത്ര. ആണോ? എത്രയും പെട്ടെന്ന് വിവാഹം നടത്താവുന്ന രീതിയിൽ ധാരണ ആക്കിയിട്ടുണ്ട്. ഈശ്വര, ഇപ്പഴാ എനിക്കൊരു സമാധാനായത്. കല്യാണം ലളിതമായിട്ട് നടത്താനാ ധാരണ. ആ, അത് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കല്യാണം ആർഭാടായിട്ട് തന്നെ നടത്തണം. ശാരിയുടെ വീട്ടുകാരെ അത് കണ്ടൊന്ന് ഞെട്ടണം. ശാരികയുടെ വഴിക്ക് പോട്ടമ്മേ. ഇനി നമ്മളായിട്ട് ഞെട്ടിക്കാനൊന്നും നിൽക്കണ്ട. പക്ഷെ അമ്മ, ഞെട്ടിക്കുന്ന ഒരു വാർത്ത വേറെയുണ്ട്. എന്താ അത്? ചന്ദ്രത്തെ കാര്യോ? കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താന്ന് വെച്ചൊന്ന് പറ. നന്ദൻ 2 ദിവസം വീട്ടിലെത്തിയില്ലെന്ന് പറഞ്ഞില്ലേ? ആ, നന്ദനെയും ആ ഇസബെല്ലയും ഒരു ഹോം സ്റ്റേന്ന് ദേവിക പിടികൂടിയെന്ന്. എന്ന് വെച്ചാ? അമ്മ, ലോഡ്ജിന്ന് പിടിച്ചുന്ന്. ഈശ്വര, എന്തായി കേക്കണത്? അതെ അമ്മേ, ദേവികയ്ക്ക് എങ്ങനെയോ വിവരം കിട്ടി. ഗിരീഷേട്ടനെയും കൂട്ടി അവള് പോയത്. നവീന്റെ കാര്യങ്ങൾക്കായി പോയില്ലായിരുന്നെങ്കിൽ മുരളേട്ടനെയും കൂട്ടി പോവാനിരുന്നതാ. ഗിരീഷേട്ടനും ദേവികയും കൂടെ ചെന്നപ്പോ നന്ദനുമായി ഇസബെല്ലയും കൂടെ ഒരു മുറിയിലുണ്ടായിരുന്നു. ദേവിക വലിയ ബഹളം ഉണ്ടാക്കി. പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തിയത്ര. പിന്നെ നന്ദനെ വലിച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയെന്നാ പറഞ്ഞ. കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനുള്ളത്? എല്ലാവരും കൂടി പ്രഭകുഞ്ഞിന്റെ മാനം കളയല്ലോ എന്റെ ഈശ്വര. അത് ശരി, അമ്മയ്ക്ക് പ്രഭകുഞ്ഞിന്റെ അവസ്ഥയിലേ ഉള്ളു വിഷമം. അല്ല, ദേവിക അനുഭവിക്കുന്നൊന്നും അറിയണ്ടേ? ദേവിക മുൻപ് പ്രഭകുഞ്ഞിനോട് കുറെ എതിർപ്പൊക്കെ കാണിച്ചിരുന്നല്ലേ? അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അവളെന്തോ കുഴപ്പം വരുത്താൻ പോവാണെന്ന്. എന്തായാലും ചന്ദ്രോത്തിന്റെ വില ഇടിഞ്ഞു പോയല്ലോ എന്റെ ഈശ്വര. ഞാനേ ചന്ദ്രോത്തിക്കൊന്ന് വേഗം പോട്ടെ. എന്തിന്? പ്രഭകുഞ്ഞിനെ കാണണം. വിഷമിച്ചിരിക്കുകയായിരിക്കും പ്രഭകുഞ്ഞ്. കൂടെ നിന്നൊരു പിന്തുണ കൊടുക്കണം. അമ്മ ഒന്ന് സമാധാനപ്പെട്. സത്യത്തിൽ ഇപ്പോ ഒരു ആശ്വാസം കൊടുക്കേണ്ടത് ദേവികയ്ക്കല്ലേ? പാവം, അവളുടെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? ആ നന്ദൻ ഇതെന്താ പറ്റിയേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശാരിക ചെയ്തു കൂട്ടുന്ന ദോഷങ്ങൾക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതേ കുടുംബത്തിലുള്ളവരായിരിക്കുമെന്ന്. ഒക്കെ സത്യമായി വരുന്നത് കണ്ടില്ലേ? ശാരികയുടെ ദോഷങ്ങൾ പോലെ തന്നെ മീരയുടെ ശാപങ്ങളും ഉണ്ടാവും എല്ലാത്തിന്റെ പുറകെ. ഇത് മീരയുടെ ശാപമൊന്നുമല്ല, ആ ഇസബെല്ലയുടെ ഓരോ കാട്ടിക്കൂട്ടലുകളാ. ഇസബെല്ലയുടെ മാത്രമല്ല, നന്ദന്റെ. അവര് രണ്ടുപേരും ചെയ്തു കൂട്ടുന്നവനെ അനുഭവിക്കും. ദേവിക ഇനി അവരെ വെറുതെ വിടുവൊന്നുമില്ല. ഹലോ പാപ്പ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എനിക്ക് പാപ്പന്റെ ഒരു ഹെൽപ്പ് വേണം. കാര്യം എന്താണെന്ന് പറവല്ല. നിങ്ങളിപ്പോ എവിടെയാണ്? ഞങ്ങള് മണിയാറിലെ ഒരു ഹോം സ്റ്റേയിലായിരുന്നു. ഇപ്പൊ ദേവികയും നന്ദന്റെ അളിയനും കൂടി വന്ന് നന്ദനെ ബലമായിട്ട് പിടിച്ചോണ്ട് പോയി. എന്താ ഈ കാണിച്ചത്? എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ വരുന്നില്ലേ? ഞങ്ങള് ചെറുത്ത് നിൽക്കാൻ നോക്കി, പക്ഷെ അവള് പോലീസിനെ വിളിച്ചു. അപ്പൊ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയല്ലേ? ഒട്ടും പ്രതീക്ഷയില്ല പാപ്പ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പോലീസ് വളരെ മോശമായിട്ട് ഇടപെട്ടത് പാപ്പ. ഞാനാകെ തളർന്നിരിക്കുക. പാപ്പൻ പറഞ്ഞത് നേരാ. ദേവിക ഇപ്പോ പുതിയ ഒരാളാ. അവള് രണ്ടും കൽപ്പിച്ച് നിൽക്കുക. സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ? പാപ്പന്റെ പോലീസുകാരെ വിട്ട് ആ ദേവികയുടെ കാറ് ബ്ലോക്ക് ചെയ്യണം.
നന്ദനെ അവളിൽ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ആ ഫയലിന്റെ രഹസ്യമൊക്കെ അവള് നന്ദനെ കൊണ്ട് പറയിക്കും. നന്ദനെ പിന്നെ നമുക്ക് കൈവിട്ടു പോവും. നീ ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. പാപ്പ, സമയം കളയരുത്. ഒന്നുകിൽ പോലീസുകാര്, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാര്. അവര് ദേവികയുടെ കാർ തടയണം. ഒരു കാര്യം ചെയ്, നീ ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. ഉടനെ ഇങ്ങ് മടങ്ങിക്കോ. പാപ്പ, നീ ഒന്നും പറയടാ. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. പെട്ടെന്ന് അവിടെ നീ വാ. പാപ്പ, ഞാൻ ബെല്ല, അവിടെ തങ്ങുന്ന ഓരോ നിമിഷവും ആപത്താണ്. ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് തീരുമാനിക്കാം. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. എന്താ സാർ, എന്താ പ്രശ്നം? നന്ദനെ ദേവിക ഒന്ന് കൊണ്ടുപോയെന്ന്. MLA പോലീസിന്റെ സഹായം തേടി കൃത്യമായിട്ട് കളിച്ചു. എന്തൊക്കെയാ സാർ നടക്കുന്നേ? നന്ദന അവളുടെ കൈ കിട്ടിയ പ്രശ്നമല്ലേ? നന്ദനെ മാത്രമല്ല, നമ്മളെ അവള് തൂക്കും. സാർ, ഛേ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണെന്ന് തോന്നുന്നല്ലോ. ഇന്നത്തോടെ സകലതും പൊളിയും. ഋഷിയെ കൊന്നതും പ്ലാന്റ് സ്ഥാപിക്കാൻ നോക്കിയതും CM-ന്റെ ഫയലും എല്ലാം ദേവിക പൊക്കും. ഒരുങ്ങിയിരുന്നോ ജയിലിലേക്ക് പോവാൻ? സാറ്, ചോദിക്കുന്നതിനൊന്നും ഉത്തരം പറയാതെ ഇങ്ങനെ കല്ലുപോലെ നിന്നിട്ട് രക്ഷപ്പെട്ട് കളയാന്ന് നീ വിചാരിക്കണ്ട. ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാനും അമ്മയെന്ന നിലയിൽ പ്രഭയും തോറ്റ് തുന്നമ്പാടി നിൽക്കുക. മക്കള് വഴിതെറ്റി പോകുമ്പോ വളർത്തു ദോഷം എന്നാ പറയാറ്. എന്ന് വച്ചാ അച്ഛനും അമ്മയാണ് കാരണക്കാരെന്ന്. ദേവിയെ മനസ്സിൽ അങ്ങനെ തന്നെ ആവും കരുതുക. അതുകൊണ്ട് നീ പറഞ്ഞേ പറ്റൂ. എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നീ ആരോടും പറയാതെ മാറി നിന്ന് എന്തിനാ? ആ ഫയൽ എവിടെയാ? എടാ, നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നത്? പറഞ്ഞില്ലേ കമ്പനിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ പോയത്. പിന്നെ ഫയല്, അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല. നിനക്കറിയില്ലടാ. സഹിക്കാവുന്നിടത്തോളം ഞാനും സഹിച്ചു. നീ കാരണം ഇപ്പം ഞാനും കള്ളിയായിരിക്കാം. നിനക്കറിയാമെങ്കിൽ നീ ആ ഫയല് തിരിച്ചേൽപ്പിക്ക്. എന്നിട്ട് ദേവികയോട് മാപ്പ് പറ. എന്നോട് ആരും മാപ്പ് പറയണ്ട. ഇസബെല്ലയ്ക്കൊപ്പം അല്ല, ഏത് പെണ്ണിന്റെ ഒപ്പവും എവിടെ പോയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. ഭർത്താവിനെ തിരുത്തി നേർവഴിക്ക് കൊണ്ടുവന്നോളാന്ന് ഞാൻ ഒരിടത്തും ശബ്ദം ചെയ്തിട്ടില്ല. നേരത്തെ നേർന്നിട്ടുമില്ല. കമ്പനി ആവശ്യങ്ങൾക്ക് പോവോ കറങ്ങാൻ പോവോ അതൊന്നും എന്റെ വിഷയമല്ല. ഭാര്യ എന്ന നിലയ്ക്ക് 100 അല്ല 101% സത്യസന്ധയായിരുന്നു ഞാൻ. ജീവിത പങ്കാളിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള കൂട്ടും കൂട്ടുകാരും ഒന്നും എനിക്കില്ല. ഒരു ദിവസമല്ല, ഒരു നിമിഷം മാറി നിൽക്കണമെങ്കിലും അത് പറയേണ്ടവരോട് പറഞ്ഞിട്ടേ ഞാൻ പോവും. ഇപ്പൊ എനിക്ക് എന്റെ ആ ഫയല് കിട്ടണം.
പോലീസിന് പരാതി കൊടുത്തിട്ടും അവർ ഉഴപ്പുക. ആ ഋഷി കേസ് പോലീസ് എങ്ങനെ ഉഴപ്പിയോ അതേ ഉഴപ്പാ ഇപ്പോഴും. ഇനി ഞാൻ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ആ ഫയൽ എവിടെ? അതെനിക്ക് കിട്ടണം. ഏത് ഫയലിനെ കുറിച്ച് നീ പറയുന്നത്? എന്നെ എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ നാണം കെടുത്തിട്ട് ഇപ്പൊ നിനക്ക് ഫയൽ വേണോ അല്ലേ? ഏത് ഫ്രണ്ട്സിന്റെ മുമ്പിലാ ഇവള് നിന്നെ നാണം കെടുത്തിയത്? അവിടെ ഇസബെല്ല അല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നല്ലോ. ഇസബെല്ല കൊച്ചുനാൾ മുതലേ പരിചയമുള്ള ബാല്യകാല സുഹൃത്തൊന്നുമല്ലല്ലോ. പൊട്ടി വീഴും പോലെ പെട്ടെന്ന് വന്നൊരു പെണ്ണല്ലേ. നന്ദ, നീ വാശി കാണിക്കരുത്. തെറ്റ് നിന്റെ ഭാഗത്താണെങ്കിൽ ഇനി ദുരഭിമാനം ഒന്നും വേണ്ട. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.